ഒന്നും അറിയാത്ത ആളുകളായിക്കോട്ടെ, എന്തെങ്കിലും അറിഞ്ഞോട്ടെ എന്ന് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവരെയും നമ്മൾ ഒരു 1ാം ക്ലാസ് പഠിപ്പിക്കുന്നത് പോലെ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ. സാർ ഏപ്രിൽ 25 വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ഇത് ഫോളോ ചെയ്യണം, ഞങ്ങൾ ഇത് പഠിക്കണം, അത് പഠിക്കണം. സോ മക്കളെ കൺഫ്യൂഷൻ എടുക്കൊന്നും വേണ്ട. ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം, സ്റ്റാർട്ടർ മാത്രമാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്. ഇല്ല, ഒരു ടച്ചും ഇല്ല. നമുക്ക് ഒരു കാര്യങ്ങൾ അറിയാത്ത ആളോട് നേരിട്ട് 16, 18, 32 പാഠങ്ങളിൽ ഈ 4 ടോപ്പിക് പഠിച്ചോളൂ പറഞ്ഞാൽ ആ 4 ടോപ്പിക് എന്താ അത് വായിക്കാൻ അറിയില്ല, മനസ്സിലാവില്ല. പഠിക്കാൻ പ്രായം ഒരു പ്രശ്നമായി തോന്നുന്നുണ്ടോ? ഒരിക്കലുമല്ല. ഇനി പ്രായം മറന്ന് SSLC +2 നേടിയെടുക്കാം. അതും വെറും 6 മാസം കൊണ്ട്. ലോകത്തിൽ എവിടെ ഇരുന്നും ഓൺലൈനായി പഠിക്കാൻ ബാസ് സ്റ്റഡി സെന്റർ അവസരമൊരുക്കിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. NAOS ഏപ്രിൽ 2025 വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. ഏപ്രിൽ 2025 നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലൊക്കെ ഒരുപാട് കുട്ടികളാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഏപ്രിൽ 25 നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്. സോ അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ഒക്ടോബർ 2024 എക്സാമിനേഷൻ ഇപ്പോൾ ഈ ഒരു അടുത്ത മാസങ്ങളിലൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോൾ പ്രാക്ടിക്കലിൻ്റെ ഒക്കെ PCP ക്ലാസ്സുകളും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ വന്നൊരു സമയമാണ്. സോ ഏപ്രിൽ 25 കുട്ടികൾ ഒരുപാട് കാലമായിട്ടാണ് ചോദിക്കുന്നുണ്ട്, സാർ എപ്പോഴാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒക്കെ തരിക? അപ്പോൾ അത് തരാതിരുന്നത് ഇത്രയും കാലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രജിസ്ട്രേഷൻ ഗവൺമെന്റ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു, അത് ഓൺഗോയിങ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ ഒക്കെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ ഒരു റെഗുലർ ക്ലാസ് പാറ്റേണും അതുപോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ കുട്ടികളൊക്കെ വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. NAOS ഏപ്രിൽ 2025. ഇതിന് തൊട്ട് മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് NAOS ഒക്ടോബർ 2024 കാരണം ഇപ്പോൾ എക്സാം അടുത്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മാസം, അടുത്ത മാസമൊക്കെ ആയിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നത് ഒക്ടോബർ 2024 കുട്ടികളാണ്. സോ അവരുടെ രജിസ്ട്രേഷൻ മുമ്പ് കഴിഞ്ഞതാണ്, എല്ലാം കഴിഞ്ഞു, പരീക്ഷ ഫീ ഒക്കെ അടച്ചു, നമ്മൾ PCP ക്ലാസ് അറ്റൻഡ് ചെയ്തു, നമ്മുടെ പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക് കഴിഞ്ഞു. നമ്മളിനി പ്രാക്ടിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞ ഡേയിൽ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ഡേറ്റ് ഷീറ്റ് വന്നു. ഇനി തിയറിയുടെ ഡേറ്റും അതുപോലെ തന്നെ നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ വന്നാൽ മാത്രം മതി, നമുക്ക് നേരെ പോയിട്ട് പരീക്ഷ എഴുതാൻ കുട്ടികൾ റെഡിയാണ്. ഓക്കെ, അതിന് തൊട്ട് താഴെ വരുന്ന നമുക്ക് അടുത്ത് വരുന്ന ബാച്ച് ഓപ്പൺ ആയതാണ് നമ്മുടെ NAOSന്റെ ഏപ്രിൽ 2025. NAOS ഏപ്രിൽ 2025. ഈ ഏപ്രിൽ 2025 ബാച്ചിന്റെ അഡ്മിഷൻസ് ഒക്കെ ഏകദേശം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മുടെ ബാസ് തന്നെ ഒരുപാട് കുട്ടികളാണ് ഏപ്രിൽ 25 വേണ്ടിയിട്ട് എൻറോൾ ചെയ്തിട്ടുള്ളത്. സോ അത് നമ്മളിപ്പോൾ ഏകദേശം ഒരു 4-5 മാസത്തോളമായിട്ട് രജിസ്ട്രേഷൻ തന്നെ നടക്കുന്നുണ്ട്. സോ നമുക്കൊരു 8 മാസം മുമ്പ് തന്നെ സീറ്റ് ബുക്കിംഗ് കഴിഞ്ഞതാണ്. സോ ഇതിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കൊക്കെ എക്സാം വരുന്നത് ഏപ്രിൽ മാസത്തിലാണ്, അടുത്ത ഏപ്രിൽ 2025 എക്സാം വരുന്നത്. ഒരുപാട് കുട്ടികൾക്ക് ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണം. കാരണം നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുമ്പോൾ ഗവൺമെന്റ് രജിസ്ട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ കുട്ടികൾക്ക് വീണ്ടും ഇതിലോട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ാണ് കൊടുത്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്റ്റോപ്പ് ചെയ്ത് നമ്മുടെ കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ്സുകൾ വരാൻ പോവാണ് സെപ്റ്റംബർ 16 മുതൽ. സോ ഇപ്പോൾ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ആണ് മക്കളെ സെപ്റ്റംബർ 15. ഓക്കെ, അപ്പോൾ NAOS ഏപ്രിൽ 2025 പരീക്ഷ എഴുതാം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക്, NAOSന്റെ കാര്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഏപ്രിൽ 2025 അടുത്ത വർഷത്തെ പരീക്ഷയാണ്. പക്ഷേ അതിന്റെ രജിസ്ട്രേഷൻ ഈ മാസം 15 തന്നെ ക്ലോസിംഗ് ആണ്, സെപ്റ്റംബർ 15 ക്ലോസിംഗ് ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബാച്ചിലോട്ട് ഒരാൾക്കും ജോയിൻ ആവാൻ പറ്റത്തില്ല, പുതുതായിട്ട് ആഡ് ആവാൻ പറ്റത്തില്ല. പിന്നെ അടുത്ത ബാച്ചാണ്, അതായത് ഒക്ടോബർ 2025, വീണ്ടും അങ്ങോട്ടൊരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള ബാച്ചാണ് ഓപ്പൺ ആവുക. ഓക്കെ, ഒക്ടോബർ 25 ആണ് പിന്നെ ഓപ്പൺ ആവുക. അതും നമുക്കറിയാം ഒരു 4-5 മാസത്തോളം രജിസ്ട്രേഷൻ ഉണ്ടാവും, കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 2025 അഡ്മിഷൻ എടുത്ത കുട്ടികളൊക്കെ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമുക്ക് ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താ ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറഞ്ഞാൽ? ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പല രീതിയിലുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വ്യത്യസ്ത മേഖലയിൽ നിന്ന് വരുന്ന കുട്ടികൾ, വ്യത്യസ്ത ഏജുള്ള ആളുകൾ, കാറ്റഗറീസ് ഉള്ള ആളുകളാണ് നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്കറിയാം എല്ലാവർക്കും ഒരുപോലെയുള്ള IQ ലെവലോ ഒരുപോലെയുള്ള ബേസിക് നോളജ് ഒന്നല്ല ഉണ്ടാവുക. സോ ഒരു ടച്ച് ഈ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷം ഡ്രോപ്പ് ഔട്ട് ചെയ്ത് കണ്ട് +2 ചെയ്യണം, 10ാം ക്ലാസ് ചെയ്യണം എന്ന കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ 10 വർഷം മുമ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത്, അല്ലെങ്കിൽ 20 വർഷം മുമ്പ് ഡ്രോപ്പ് ഔട്ട് ചെയ്ത്. സോ അങ്ങനെ വ്യത്യസ്ത ഏജിലും വ്യത്യസ്ത കാറ്റഗറിയിലും വരുന്ന കുട്ടികളൊക്കെ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിലാണ് ബാസ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ ഈ ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കുട്ടികൾ വരുമ്പോൾ നമ്മൾ ആദ്യം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ്. എന്താണ് ബേസിക് ഫൗണ്ടേഷൻ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ? നമുക്ക് ഒന്നും അറിയാത്ത ആളുകളായിക്കോട്ടെ, ഇനി എന്തെങ്കിലും അറിഞ്ഞോട്ടെ എന്ന് ആയിക്കോട്ടെ, നമുക്ക് എല്ലാവരെയും നമ്മളൊരു 1ാം ക്ലാസ് പഠിപ്പിക്കുന്നത് പോലെ ഒരു ഫൗണ്ടേഷൻ, ഒരു അടിത്തറ, ഒരു ബ്രിഡ്ജ് നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത്. നമുക്കറിയാം രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം 3-4 മാസമായി. സെപ്റ്റംബർ 15 വരെ രജിസ്ട്രേഷൻ നടക്കും. സോ ആ രജിസ്ട്രേഷൻ എൻഡ് ആവാനായിട്ടുണ്ട്. ഇനി 15 പറഞ്ഞാൽ വെറും നമുക്ക് 13 ദിവസം കൂടെ നമുക്ക് ഈ ഒരു ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ ബാച്ച് ക്ലോസിംഗ് ആണ്. ഓക്കെ, NAOS ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ബാച്ച് ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ നമ്മളിവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ബേസിക് ഫൗണ്ടേഷൻ
ക്ലാസ് 4-5 മാസമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഫൗണ്ടേഷൻ കൊടുക്കണം. അപ്പോൾ അന്ന് 4 മാസം മുമ്പ് ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും, ഇന്ന് ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും, ഇന്നലെ ജോയിൻ ചെയ്ത കുട്ടികളുണ്ടാവും. സോ എല്ലാ കുട്ടികൾക്കും നമ്മുടെ ലേണിംഗ് ആപ്പ് മുഖേന നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുകയാണ്. സോ ഈ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ കുട്ടികളോട് പറഞ്ഞ് ജസ്റ്റ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പ്രയാസമൊക്കെ തോന്നും, പക്ഷേ ജസ്റ്റ് അതൊരു നമുക്ക് എന്താ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് മാത്രം, സ്റ്റാർട്ടർ മാത്രമാണ് നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്. സോ ആ ഫൗണ്ടേഷൻ ക്ലാസ് കണ്ട് ടഫ് ആണെന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ മാത്രം പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ നിങ്ങളിത് അറ്റൻഡ് ചെയ്താൽ മതി, നമ്മൾ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ടുവരുന്നത്, സ്റ്റാർട്ടറായിട്ട് ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊണ്ടുവരുന്നത് എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷനിലോട്ട് ഞാൻ പഠിക്കുക, ഞാനൊരു വിദ്യാർത്ഥിയാണ് എന്നുള്ള ആ ഒരു ബോധം ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ ആ ഒരു സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ ക്ലാസ് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒന്നും അറിയാത്ത ആളുകൾക്കും എന്തെങ്കിലുമൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള നോളജും ഈ ഒരു ഫൗണ്ടേഷൻ ക്ലാസ്സുകളിലൂടെ ലഭിക്കും. എന്നിട്ട് വേണം നമ്മൾ കണ്ടന്റിലോട്ട് പോവുക. അതല്ലാതെ ഒരു ടച്ചും ഇല്ല നമുക്ക് ഒരു കാര്യങ്ങളും അറിയാത്ത ആളോട് നേരിട്ട് 16, 18, 32 പാഠങ്ങളിൽ ഈ 4 ടോപ്പിക് പഠിച്ചോളൂ പറഞ്ഞാൽ ആ 4 ടോപ്പിക് എന്താ, അത് വായിക്കാൻ അറിയില്ല, അത് മനസ്സിലാവില്ല, ഇങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസ് വരും. സോ നമ്മോട് കുട്ടികൾ ചോദിക്കാറുണ്ട്, 6 മാസം കൊണ്ട് ഈ +2, 10ാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന സാധ്യമാണോ, ഇതൊക്കെ റിയൽ തന്നെയാണോ, ഇതൊക്കെ വെറുതെ പറയല്ലേ? അത് റിയൽ ആണ്, അത് റിയാലിറ്റിയാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പാസ്സാക്കി വിജയിപ്പിച്ചെടുത്ത് നമ്മുടെ ബാസ് സ്റ്റഡി സെന്റർ ഇങ്ങനെ ജൈത്രയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ കാരണം നമുക്കൊരു പ്രോപ്പർ സിസ്റ്റമാറ്റിക് സ്ട്രക്ചർ ഉള്ളതാണ്, അത് നമ്മുടെ കുട്ടികൾ ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സക്സസ്. ഓക്കെ, സോ ഈ ഫൗണ്ടേഷൻ ക്ലാസ് നമ്മൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ആ ടൈമിൽ തന്നെ നമുക്ക് രജിസ്ട്രേഷൻ നടക്കും. നമ്മുടെ NAS ഡിപ്പാർട്ട്മെന്റിലോട്ടുള്ള NAS ബോർഡിലോട്ടുള്ള നമ്മുടെ ഗവൺമെന്റ് രജിസ്ട്രേഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ രജിസ്ട്രേഷൻ ആണ് ക്ലോസ് ചെയ്യുന്നത് September 15. സോ ബാസ് തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ ഇനി ആരെങ്കിലും രജിസ്ട്രേഷൻ ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ മക്കളെ വേഗം തന്നെ രജിസ്ട്രേഷൻ കൊടുക്കുക. രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് September 15. നമ്മുടെ ബാസിൽ 15th വരെ ഉണ്ടാവില്ല, September 10 വരെ, 10ാം തീയതി വരെ നമ്മൾ അഡ്മിഷൻ രജിസ്ട്രേഷൻ കൊടുക്കുള്ളൂ. 10ാം തീയതിക്ക് ശേഷം എന്താ കൊടുക്കാതെ 5 ദിവസം കൂടെ ഉണ്ടല്ലോ എന്ന് കുട്ടികൾ ചോദിക്കും. പക്ഷേ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഇത് ഗവൺമെന്റ് സെർവറുകളാണ്. സോ 10ാം തീയതിക്ക് ശേഷം എല്ലാവരും ആ ഒരു മേഖലയിലോട്ട് രജിസ്ട്രേഷനോട്ട് വരുമ്പോൾ സെർവറൊക്കെ ഡൗൺ ആവും. സെർവർ ഡൗൺ ആയിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റാത്ത കോലത്തിലാവും സൈറ്റ്. അതുപോലെ തന്നെ പേയ്മെന്റ് ഗേറ്റ് വേയിൽ ഇഷ്യൂ വരും. ഓക്കെ, നമ്മൾ ഓൺലൈനായിട്ടാണ് ഇതിന്റെ പേയ്മെന്റ് ഒക്കെ ഗവൺമെന്റ് അടക്കേണ്ടത്. സോ പേയ്മെന്റ് ഗേറ്റ് വേയിൽ ഇഷ്യൂ വരും. സോ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്നുണ്ടാവും, പക്ഷേ അത് NASലോട്ട് എത്തില്ല. പിന്നെ അത് വരണമെങ്കിൽ 10 ദിവസം 15 ദിവസം കഴിയുമ്പോഴത്തേക്കും ഡേറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. സോ മക്കളെ, റിസ്ക് നമുക്ക് വേണ്ട. September 10 വരെ മാത്രം മതി. September 10 ശേഷം നമുക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സൈറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ കൊടുക്കും. സോ September 10 വരെയാണ് ബാസിൽ രജിസ്ട്രേഷൻ നടക്കുക. സോ April 2025 അഡ്മിഷൻ എടുത്തിട്ട് രജിസ്ട്രേഷൻ ചെയ്യാതിരിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ മക്കളെ September 15, അതായത് 8 ദിവസം കൂടെയുള്ള നമുക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ നടക്കുക. സോ അത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടെങ്കിൽ അപ്പോഴത്തെ സമയത്ത് സീറ്റ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത ബാച്ചിലോട്ട് നമ്മുടെ കുട്ടികൾ കൺവേർട്ട് ആവും. സോ October 25 നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുക. അതല്ലെങ്കിൽ നമ്മുടെ ഫെയിലായ കുട്ടികൾക്ക് Stream 2 നമ്മൾ ഓപ്പൺ ആയി കൊടുക്കും. സോ അപ്പോൾ അതിലോട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ April 25 ആണ് മക്കളെ ഏറ്റവും നല്ല ബാച്ച്. സോ അതിലോട്ട് തന്നെ വെക്കുക. ഇനി അത് മാത്രമല്ല, നമ്മൾ April 25 വരുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമ്മുടെ കുട്ടികൾക്കുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് എക്സാമിനേഷൻ April 25 പറഞ്ഞാൽ ഇനി നമുക്ക് കൗണ്ട് ഡൗൺ ആണ്. സോ നമുക്ക് ഡയറക്റ്റ് എക്സാമിനേഷൻ എഴുതാൻ പറ്റും. ഒന്നത്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ October 2025 മുതൽ NAS ഡിപ്പാർട്ട്മെന്റിൽ ഫീസിൽ വർധന വരിക. രജിസ്ട്രേഷൻ ഫീ ആണെങ്കിലും എക്സാം ഫീ എന്ത് സർവീസ് ആണെങ്കിലും അതിലൊക്കെ നല്ല എമൗണ്ടുകൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊത്തം ഫീ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഫീ സ്ട്രക്ചറിൽ വരും. അപ്പോൾ ഈ ഒരു April 25 ചെയ്യുന്നതിലേറെ 2000 രൂപ 3000 രൂപ നമ്മൾ അധികമായിട്ട് അടക്കേണ്ടി വരും October 25 വരുമ്പോൾ. സോ അപ്പോൾ അത് വേണ്ട. നമുക്ക് April 25 തന്നെ അഡ്മിഷൻ എടുത്ത കുട്ടികൾ, ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ബാസിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് തരും. സോ നമുക്ക് April 25 ബാച്ചിന്റെ കാര്യം പറഞ്ഞാൽ September 10 വരെയാണ് നമുക്ക് അഡ്മിഷൻ രജിസ്ട്രേഷൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പോട്ട് രജിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ അവൈലബിലിറ്റി ആണ്. കാരണം ഇതിൽ വേറെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ April 25 തന്നെ സീറ്റുകളുടെ അവൈലബിലിറ്റി വളരെ കുറവായിരുന്നു. നമുക്കറിയാം 4 മാസത്തോളമായിട്ട് നമ്മൾ രജിസ്ട്രേഷൻ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ നമ്മുടെ ബാസ് തന്നെ പഠിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു 95% കുട്ടികൾക്ക് രജിസ്ട്രേഷൻ കഴിഞ്ഞതാണ്. കുറച്ച് കുട്ടികൾ മാത്രമേ ഫീ അടക്കാൻ പെൻഡിങ് ഉള്ളൂ. സോ ബാക്കി എല്ലാ കുട്ടികളും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് സക്സസ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്കിവിടെ സീറ്റുകളൊക്കെ കിട്ടാതിരിക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ നമ്മൾ ലേറ്റ് ആവുന്ന അനുസരിച്ച് നമ്മുടെ സീറ്റുകൾ കുറയും. ഒരു ജില്ലയിൽ തന്നെ നമുക്ക് അടുത്തുള്ള സെന്ററുകളിലുള്ള സീറ്റുകളൊക്കെ കിട്ടാനുള്ള ചാൻസസ് കുറയും, പ്രോബിലിറ്റി കുറയും. സോ അതിന് നിൽക്കേണ്ട. ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കണം അല്ലെങ്കിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യാൻ പെൻഡിങ് ഉണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തോളാം. ഓക്കെ, ഇത് ഞാൻ പബ്ലിക് ഇൻഫർമേഷൻ മക്കളെ. April 25 ഡേറ്റ് ക്ലോസിംഗ് ആണ്. ഇതിന് നീട്ടി തരുന്നില്ല, എക്സ്റ്റെൻഡ് ചെയ്തിരുന്നില്ല. ഇത് ലാസ്റ്റ് ഡേറ്റ് ആണ്. കാരണം ഇപ്പോൾ ഫൈൻ കയറിയിട്ട് രണ്ടാമത്തെ ലേറ്റ് ഫീ കയറി. ഇന്ന് September 1 മുതൽ നമുക്കിപ്പോൾ മൂന്നാമത്തെ ലേറ്റ് ഫീയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. സോ September 15 കഴിഞ്ഞാൽ ബാച്ച് ക്ലോസ് ചെയ്യും. സോ അതിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ രജിസ്ട്രേഷൻ നടന്ന കുട്ടികൾക്കും നമ്മുടെ ഫൗണ്ടേഷൻ ക്ലാസ്സുകളാണ് കൊടുത്തിരുന്നത്. സോ അതിൽ തന്നെ നമ്മളിപ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ്
ചെയ്ത കുട്ടികൾക്ക് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ TMA എന്നുള്ളൊരു പോർഷനും പബ്ലിക് എക്സാമിനേഷൻ എന്നുള്ള രണ്ട് രീതിയിൽ നമ്മൾ ടോപ്പിക്സുകളെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ പബ്ലിക് എക്സാമിന് ടോപ്പിക് എന്നാണ് നമ്മൾ എന്ത് ചെയ്ത് ഫൗണ്ടേഷൻ കൊടുത്ത് ആ ഫൗണ്ടേഷൻ്റെ കൂടെ TMAയുടെ ബേസ് വേണം എന്നുള്ള സബ്ജക്ട്സുകളും അതും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി നമ്മൾ വരുന്നത് പബ്ലിക് എക്സാമിന്റെ ടോപ്പിക്കിലോട്ടായിരിക്കും. സോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത കുട്ടികൾക്ക് കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ബാസിൽ ഇനി മുതൽ നൽകുക. അതിൽ തന്നെ നമുക്ക് ലൈവും റെക്കോർഡും ആയിട്ടുള്ള സെഷൻസ് റെഗുലർ സെഷൻസ് ഉണ്ടായിരിക്കും. സോ ആ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഷോർട്ട് ലിസ്റ്റ് ഒരുപാടൊന്നും ഉണ്ടാവില്ല, കണ്ടന്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം. അതായത് നമ്മുടെ കുട്ടികൾക്ക് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഫുൾ മാർക്ക് നേടാനുള്ള ക്ലാസ്സുകളാണ് ഈ ഒരു കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ്സുകളിലൂടെ ബാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം നമ്മുടെ NUSന്റെ ID കാർഡ് ഇഷ്യൂ ആവും. അത് കഴിയുമ്പോൾ നമുക്ക് TMA നമ്മുടെ ട്യൂട്ടർമാർക്ക് അസൈൻമെന്റ് നമുക്ക് അസൈൻമെന്റ് വെക്കാൻ ഏകദേശം ജനുവരി ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ TMA സബ്മിറ്റ് ചെയ്യാനാവും. അത് കഴിഞ്ഞ് നമുക്ക് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് ഏകദേശം നമ്മുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1 മന്ത് കൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്സുകളൊക്കെ വരും. സോ ഗൈഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം ഫീ അടക്കാനുള്ള പോർട്ടൽ ഓപ്പൺ ആവും. സോ നമുക്ക് എക്സാം ഫീ അടച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു ഏപ്രിൽ മെയിലാണ് നമ്മുടെ തിയറി എക്സാമിനേഷൻ വരിക. അതിന് തൊട്ട് മുമ്പായിട്ട് മാർച്ച് മാസങ്ങൾ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാമിനേഷൻ വരും. അതിന് മുമ്പ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളിൽ നമുക്ക് PCP ക്ലാസ്സുകൾ പേഴ്സണൽ കോൺടാക്ട് പ്രോഗ്രാംസ് നടക്കും. സോ ഇത് PCP ക്ലാസ്സുകളും റെക്കോർഡ് ബുക്കുകളൊക്കെ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ്. സോ ഏപ്രിൽ 25 വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇവിടെ നിങ്ങൾ എത്തിയിട്ടുള്ളൂ. അറ്റ് പ്രസന്റ് ഇതാണ് സ്റ്റാറ്റസ്. നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനി മുതൽ NUS ഏപ്രിൽ 25 വിദ്യാർത്ഥികൾക്കുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നമ്മുടെ ബാസിന്റെ ചാനലിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും. സോ അതിൽ തന്നെ നിങ്ങൾക്ക് ID കാർഡ് TMA ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒഫീഷ്യൽ ചാനലിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നതാണ്. സോ അത് മാത്രം നിങ്ങൾക്ക് ഫോളോ ചെയ്യുക. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ NUS രജിസ്റ്റർ ചെയ്ത് അഡ്മിഷൻ എടുത്ത കുട്ടികളുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ ബാസിന്റെ തന്നെ ഒരു ടെലഗ്രാം സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്, ഫ്രീ ഗ്രൂപ്പാണ്. സോ അതിൽ ആർക്കും ജോയിൻ ചെയ്യുക. അതിൽ തന്നെ നമ്മൾ എല്ലാ നോട്ടിഫിക്കേഷൻസ് അറിയിപ്പുകളും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നമ്മൾ അതിൽ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് മക്കളെ NUS ഏപ്രിൽ 2025 രജിസ്റ്റർ ചെയ്ത കുട്ടികൾ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്ക് ചെയ്യാനുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഏകദേശം ക്ലാസ്സുകൾ കണ്ടന്റ് ഓറിയന്റഡ് ക്ലാസ്സുകൾ കഴിയുമ്പോൾ നമുക്ക് ബാസിന്റെ തന്നെ റിവിഷനോ അല്ലെങ്കിൽ ക്രാഷോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ക്രാഷിലൂടെ നമ്മൾ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യും. ഒബ്ജക്റ്റീവ് ബാങ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പകുതി മാർക്ക് നേടാനുള്ള മൾട്ടിപ്പിൾ ചോയ്സ്, ട്രൂ ഓർ ഫാൾസ്, മാച്ച് ഫോളോയിങ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നൽകുന്നുണ്ട്. സോ അത് മാത്രം പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്കുകൾ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, സബ്ജക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകളും നമുക്ക് ഇതിൽ തന്നെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു 6 മാസത്തെ കോഴ്സ് ഷോർട്ട് ചെയ്ത് വെറും 1 മാസം കൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഫുൾ മാർക്കോട് കൂടി വിജയിക്കാൻ നമ്മുടെ ബാസ് സ്റ്റഡി സെന്ററിലൂടെ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഏപ്രിൽ 2025 കുട്ടികൾക്ക് ഇനി വരാൻ പോകുന്ന അപ്ഡേറ്റ്സുകളാണ് മക്കളെ ഞാൻ ഇവിടെ അറിയിച്ചത്. ഇത് ഞാൻ പറയാനുള്ള കാരണം ഒന്നും അറിയില്ല. ഏപ്രിൽ 25 അഡ്മിഷൻ എടുത്തു, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. സാറ് പറയുന്നത് ഫുൾ ഒക്ടോബർ 2024, അത് ഞാൻ നോക്കണോ? എന്നോട് ഒരുപാട് കുട്ടികൾ ഒക്ടോബർ 24 വീഡിയോയുടെ താഴെ പറയുന്നുണ്ട്, സാർ ഏപ്രിൽ 25 വിദ്യാർത്ഥികളാണ്, ഞങ്ങൾ ഇത് ഫോളോ ചെയ്യണം, ഞങ്ങൾ ഇത് പഠിക്കണം, അത് പഠിക്കണോ? സോ മക്കളെ കൺഫ്യൂഷൻ അടിക്കൊന്നും വേണ്ട. നിങ്ങൾക്ക് പഠിക്കാനും പോകാനുള്ള ഒരു പാത്ത് വേ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കാര്യം പ്രത്യേകം മറക്കണ്ട, നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിന്റെ ക്ലോസിംഗ് ഡേറ്റ് സെപ്റ്റംബർ 15 ആണ്. നമ്മുടെ ബാസിലെ കുട്ടികളൊക്കെ ആണെങ്കിൽ സെപ്റ്റംബർ 10 വരെയാണ് നമ്മൾ രജിസ്ട്രേഷൻ നടക്കുന്നത്. സോ ഇനി അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കും ഈ സെപ്റ്റംബർ 15 വരെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം, നോ ടെൻഷൻ. സോ ഈ ഒരു ബാച്ചിലോട്ട് തന്നെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു ജേർണിയിലോട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, ഒരു വീഡിയോ നമ്മൾ പറഞ്ഞത് ഏപ്രിൽ 2025 അപ്ഡേറ്റുമായിട്ടാണ്. സോ NUSലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.